പ്രിയമുള്ളവരെ, വചനജ്വാല 1789 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 25 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദാനിയേൽ സിംഹക്കുഴിയിൽ. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാരെ ഇവർ കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവീക ചൈതന്യമുണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു. തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു, ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റ് പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ആലോചിച്ചുറച്ച് രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം. ദാരിയൂസ് നിരോധനാജ്ഞയിൽ മുദ്ര വെച്ചു. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറൂസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരുന്നത് പോലെ ചെന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളുമെന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് തീർച്ചയായും അത് അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ,
യൂദയായിൽ നിന്നുള്ള പ്രവാസികളിൽ ഒരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയെ ആകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. സബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാന്റെ സഹോദരനുമായ വലിയ യാക്കോബിന്റെ തിരുനാളാണ് ഇന്ന്. ഈശോയേക്കാൾ 12 വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്നു യാക്കോബിന്. ദൈവമാതാവിന്റെ സഹോദരിയാണ് സലോമി. സെബദി പുത്രന്മാരെ ഇടിനാദത്തിന്റെ മക്കളെന്നാണ് വിളിച്ചിരുന്നത്. ക്രിസ്തു രാജാവാകുമ്പോൾ തൻ്റെ ഇരുവശത്തും ഇരുത്താനുള്ള അവകാശം അമ്മയെ കൊണ്ട് ഇവർ ചോദിപ്പിച്ചിരുന്നു. പിതാവാണ് അത് നൽകുക എന്നായിരുന്നു ഈശോയുടെ ഉത്തരം. യാക്കോബ് 12 ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ആദ്യ ഇര വിശുദ്ധ യാക്കോബായിരുന്നു. 63 ഉയർപ്പ് തിരുനാളിന് മുമ്പായിരുന്നു അത്. രക്തസാക്ഷിത്വം. വിചാരണ വേളയിൽ ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇരുവരെയും ഒന്നിച്ചു വധിച്ചു. കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ന്യായാധിപനെയും സഹോദരനാക്കി. രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന വിശ്വാസത്തോടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ രക്തസാക്ഷിയായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.